അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കഥ കന്യകാത്വ പരിശോധന. ഈ കുറച്ച് നാൾ മുമ്പ്, കുറേ വർഷത്തിന് മുമ്പാണ് അഭയ കേസിലെ ഒരു പ്രധാന പ്രതി, ഒരു കന്യാസ്ത്രീയെ CBI കസ്റ്റഡിയിലെടുത്ത് കന്യകാത്വ പരിശോധന നടത്തി. അവരുടെ കന്യാചർമ്മം കൃത്രിമമായി അവിടെ ഘടിപ്പിച്ചതാണെന്ന് മനസ്സിലായി. ഒറിജിനൽ കന്യാചർമ്മം നഷ്ടപ്പെട്ടുകൊണ്ട് കൃത്രിമ കന്യാചർമ്മം അവിടെ വച്ചിരിക്കുന്നത് അവർ കന്യകയാണ്, ഈ തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്. ആ സംഭവം അല്ലെങ്കിൽ ആ കൃത്രിമം CBI അന്വേഷിച്ചു, കണ്ടെത്തി. പക്ഷേ ആ കണ്ടെത്തൽ കോടതിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹൈക്കോടതി പറഞ്ഞത് സ്ത്രീകളുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, സ്ത്രീകളുടെ സ്വകാര്യതയെ കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ, മറ്റൊരു വശത്ത് കൊല്ലപ്പെട്ട ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട നീതി നിഷേധിക്കാൻ നീതി ഉറപ്പുവരുത്താൻ CBI അന്വേഷിച്ച ആ തെളിവ് അതിനെ അംഗീകരിക്കാൻ വേണ്ടി കോടതി തയ്യാറായില്ലെന്നതും നമ്മൾ എടുത്തു പറയേണ്ട സംഭവമാണ്. ഏതായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിലൊരു കടക്കുന്നില്ല. ഈ കന്യാസ്ത്ര പരിശോധന എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇത് പണ്ടേ പല നാടുകളിലും നടന്നുകൊണ്ടിരുന്ന സംഭവമാണ്. ഇതറിയില്ലാത്ത ആളുകൾക്കാണ് ഇത് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ യഹൂദ നിയമപ്രകാരം പഴയ നിയമത്തിലും താൽമൂഡിക് നിയമങ്ങളിലും ഈ കന്യാകാത്വ പരിശോധനയെക്കുറിച്ച് പറയുന്നുണ്ട്. കന്യാകാത്വ പരിശോധന അവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ആ മതപരമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾ, പ്രായപൂർത്തിയായ സ്ത്രീകൾ തെറ്റായ വഴിക്ക് പോകാതിരിക്കാനുള്ള ഒരു വിലങ്ങ് മാത്രമാണ് കന്യാകാത്വ പരിശോധന. അല്ലാതെ അത് ഒരു ക്രൂരകൃത്യമോ ക്രൂരകർമ്മമായിട്ടല്ല അവർ പരിഗണിക്കപ്പെടുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തിലെയും മറ്റ് നാടുകളിലെയും ജൂത സ്ത്രീകൾ പ്രായമെത്തിയ പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞ ഉടനെ ആദ്യ രാത്രിയിൽ തന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. ഇപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പുള്ള ചില തയ്യാറെടുപ്പുകളുണ്ട്. വെളുത്ത ബെഡ്ഷീറ്റ്, ഈ ബെഡ്ഷീറ്റ് വിരിക്കണം. അവിടെ കിടക്കുന്ന കട്ടിലിൽ വെളുത്ത വിരിപ്പായിരിക്കണം. അതുകൂടാതെ ആദ്യത്തെ ഫസ്റ്റ് ബന്ധം, ഈ ലൈംഗിക ബന്ധം നടന്നു കഴിഞ്ഞാൽ ചോര ഒഴുകി, ഈ കന്യാചർമ്മം പൊട്ടി ചോര ഒഴുകി ഈ വെളുത്ത ബെഡ്ഷീറ്റിൽ വരണം. അപ്പോൾ അങ്ങനെ ഈ വരനും വധുവും കൂടെ മണിയറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവളുടെ അമ്മ, ഈ പെണ്ണിൻ്റെ അമ്മ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. പെണ്ണിൻ്റെ അമ്മയും ഈ വരൻ്റെ ബന്ധുക്കളും വരൻ്റെ രക്ഷിതാക്കളും എല്ലാം പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ് ഇവരുടെ ആദ്യത്തെ ബന്ധത്തിന് ശേഷം കന്യാചർമ്മം പൊട്ടി രക്തം ഈ ഷീറ്റിൽ പുരണ്ട് കഴിഞ്ഞാൽ ആ പുരണ്ട രക്തം ആ ഷീറ്റോടുകൂടി കൊണ്ടുവന്ന് പുറത്ത് കാണിച്ച്, ഈ പെണ്ണിൻ്റെ അമ്മ പുറത്ത് കാണിച്ച്, ഇതേ കണ്ടില്ലേ എൻ്റെ മകൾ കന്യകയാണ്, ഇതേ നിങ്ങൾ ഈ രക്തം നോക്ക്, പരിശോധിക്കൂ എന്ന് സാക്ഷ്യപ്പെടുത്തൂര്. അല്ലെങ്കിൽ ഇത്രയും നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ ഞാൻ സത്യം ചെയ്യുന്നുള്ളൂ, കന്യകയാണ്, ഇവളൊരു പുരുഷനും തൊട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കും. അതൊരു ചടങ്ങാണ്. പക്ഷേ ഇപ്പോഴെന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ഇപ്പോൾ കാലം മാറി, കുട്ടികൾ പ്രായമായി കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കന്യാചർമ്മം അറിയാതെ തന്നെ പൊട്ടിപ്പോകും. കാരണം സൈക്കിൾ ചവിട്ടുക, സ്പോർട്സിൽ ഏർപ്പെടുക, കളിക്കുക, ഓടുക, ഇങ്ങനെയെല്ലാം വരുമ്പോൾ കുട്ടികളുടെ കന്യാചർമ്മം വളരെ നേരത്തെ തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ ഈ ചടങ്ങ്, മതപരമായ ചടങ്ങ് അവിടെ നിലനിൽക്കുകയാണ്. അതിനവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ ജൂത കുട്ടിയും ജൂതസ്ത്രീയെ വിവാഹം കഴിക്കുന്ന ആ സമയത്ത് ഒന്നിലെ അമ്മയോ അല്ലെങ്കിൽ പുരുഷനോ ഈ മണിയറയിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ, പശുവിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റെ, കോഴിയുടെ ഏതെങ്കിലും കുറച്ച് രക്തം കൊണ്ടുവന്ന് പുറത്ത് വെച്ചിരിക്കും. ഈ മണിയറയിൽ ഒളിച്ചു വെച്ചിരിക്കും. ആദ്യത്തെ
സംബന്ധത്തിന് ശേഷം ഈ രക്തം ഇവർക്ക് ഒരുമാതിരി മച്ചൂടായി കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിപ്പോകില്ല. അപ്പോൾ ഈ രക്തം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രക്തം എടുത്ത് ഈ ഷീറ്റിൽ പുരട്ടി പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും, ഇത് കന്യകയാണ്, ഒരു കുഴപ്പമില്ല, ഇത് കാണിക്കും. അങ്ങനെ ഒരു സമ്പ്രദായമുണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊരു കീഴ്വഴക്കം മാത്രമാണ്. ഇത് പണ്ട് കാലത്ത് നടന്നിരുന്നത്. ഇപ്പോൾ അതിനൊരു സ്വീകാര്യത ഇല്ലെങ്കിൽ പോലും സ്വീകാര്യത ഉണ്ടാക്കിയാണ്. ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെ അവർ കീഴ്വഴക്കം പണ്ടുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഈ കന്യാത്വ പരിശീലനത്തെക്കുറിച്ചുള്ള ഈ ആവർത്തന പുസ്തകത്തിൽ 22-21 പറയുന്നുണ്ട്. ഇനി അതുകൂടാതെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവളുടെ കന്യാചർമ്മം നേരത്തെ പൊട്ടിപ്പോയ രക്തം കണ്ടില്ല നമ്മൾ കള്ളം പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ 22 ഈ ആവർത്തന പുസ്തകത്തിൽ 22, 27, 18 22, 17 ഭാഗങ്ങളിൽ വ്യക്തമായി പറയുന്നത് അവനങ്ങനെ കള്ളം പറഞ്ഞ് ഈ പെണ്ണിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുകയാണ്. അവന് ക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കി അവനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ മനഃപൂർവ്വം ഇങ്ങനെ ഇത് കണ്ടില്ല നമ്മൾ അവളെ ഉപേക്ഷിക്കാൻ ഇവന് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങൾ ആ കാലത്ത് നിലനിൽപ്പ്. കേരളത്തിൽ ഇതുപോലെ തന്നെ കേരളത്തിൽ 3 നിറമുള്ള ജീതന്മാരാണ്. കറുത്ത നിറമുള്ളവർ, വെളുത്ത നിറമുള്ളവർ, ബ്രൗൺ നിറമുള്ളവർ. പക്ഷേ ഈ കറുത്ത നിറമുള്ളവരും ബോംബെ ജൂതരുണ്ട്. കറുത്ത നിറമുള്ള ജൂതന്മാരും ബോംബെ നിറമുള്ള ജൂതന്മാരും ഈ ആദ്യ രാത്രി തന്നെ കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം ആദ്യ രാത്രി തന്നെ ബന്ധത്തിലേർപ്പെടും നിർബന്ധമാണ്. പക്ഷേ ആ നിർബന്ധം വെളുത്ത ജൂതന്മാർക്കില്ല. അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമാകാം, കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാകാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാകാം, സൗകര്യം പോലെ അവരുടെ സൗകര്യം അനുസരിച്ച് വേണമെങ്കിലാകാം. അങ്ങനെയൊക്കെ നിയമങ്ങൾ അവർ ലഘൂകരിച്ചിട്ടുണ്ട്. അതിനൊരു റിജിഡിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിനൊരു ലാളിത്യം നൽകാൻ വേണ്ടി അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ഇതെല്ലാം തന്നെ താൽമൂഡിക് നിയമങ്ങളിലും പഴയ നിയമങ്ങളിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ, പിന്നെ അത് കൂടാതെ ഈ ആഫ്രിക്കയിലുള്ള പല അബോർജിൻസിൻ്റെ ഇടയിലും ഈജിപ്തിലും ഇത്തരത്തിലുള്ള പഴയ നിയമത്തിലെ നിബന്ധനകൾ എങ്ങനെയും അവർ ക്രിസ്ത്യൻ മതക്കാരല്ല, ഹിന്ദുമതക്കാരുമില്ല, എന്നാലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അവരുടെ ഇടയിൽ നിലനിന്നതായിട്ട് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്.